ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പിനെ കുറിച്ച് പറയാനാണ്. വിശപ്പ് വെറുതെ വന്നിരുന്ന് വീണ്ടും രേണുസുതിയെ ഇതിലേക്ക് വലിച്ചിടാൻ നോക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കുറച്ച് സംസാരങ്ങൾ കേട്ടിട്ട്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേണുസുതി ഇപ്പോൾ ഒരു വയ്യായ്മയിൽ നല്ല ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ അവൾ ഒരു വിധം ഒതുങ്ങി ഒന്ന് വന്നപ്പോൾ വീണ്ടും വിശപ്പ് കയറി വീണ്ടും ഏറിൽ കയറാൻ നോക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പ് എന്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ രേണുസുതിക്ക് എതിരെ നിന്ന വിശപ്പ് ഇപ്പം നേരെ തിരിഞ്ഞ് രേണുസുതിക്ക് വേണ്ടി സംസാരിക്കുന്നു. അപ്പോൾ അതെല്ലാം നല്ല കാര്യം തന്നെയാണ് വിശപ്പ് സംസാരിക്കുന്നത്. പക്ഷേ വിശപ്പ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് വ്ളോഗേഴ്സിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ വിശപ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ രേണുസുതിക്ക് നേരെ വന്ന സമയത്ത് എതിരെ നിന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് വ്ളോഗേഴ്സുകൾ അവർ സേവ് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളും കുറച്ച് റെക്കോർഡീസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ കുറേശ്ശായിട്ട് പുറത്ത് വിടാൻ തുടങ്ങി. അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. വിശപ്പിന് ഈ സോഷ്യൽ മീഡിയയുമായിട്ട് അധികം പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് വിശപ്പ് അവരെ നമ്മൾ ഈ നമ്മുടെ മനസ്സിൽ ഒരു കളങ്കവും ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരോടും തുറന്ന് സംസാരിക്കില്ലേ, അതുപോലെ വിശപ്പും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ രേണുസുതിക്ക് എതിരെ നിന്ന സമയത്ത് കുറച്ച് വ്ളോഗേഴ്സിനെ വിശ്വസിച്ച് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിച്ചതൊക്കെ അവർ റെക്കോർഡ് ചെയ്ത് വെക്കുകയും അതിപ്പോൾ എടുത്ത് പുറത്തേക്കിട്ട് വിശപ്പിനെ കുറച്ച് മോശമായിട്ട് സംസാരിക്കാനൊക്കെ ഇടയായി. അപ്പോൾ ഞാൻ പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്തോ പറഞ്ഞോട്ടെ, വിശപ്പേ എന്തോ കാര്യം ആവട്ടെ, ഇപ്പോൾ രേണുസുതിക്ക് വേണ്ടി വിശപ്പ് നിൽക്കുന്നത് നല്ല കാര്യം തന്നെയാണ്, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. വിശപ്പിൻ്റെ ഒരു ആവശ്യം അവിടെ അത്യാവശ്യമാണ്, അവിടെ പ്രെയർ ആവശ്യമാണ്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്, എനിക്കതിലൊക്കെ സന്തോഷം തന്നെയാണ്. പക്ഷേ വിശപ്പിനെ കുറിച്ച് ആര് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, വിശപ്പെന്ന് പറയുന്ന ഒരു ദൈവികനാണ്. അപ്പോൾ ദൈവത്തിനെതിരെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് ദൈവം അതിനുള്ള മറുപടി കൊടുത്തോളും. അതാണ് നമ്മുടെ ഒരു നിയമവശാലം എന്ന് പറഞ്ഞാൽ അതാണ്. അതല്ലാതെ വിശപ്പ് ദൈവികനായി ഇരുന്നു കൊണ്ട്, അതായത് ദൈവത്തിൻ്റെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് ഇരുന്നിട്ട് മനുഷ്യനെതിരെ, അതായത് നമ്മുടെ ബൈബിളിൽ പറയുന്നു ഒരു അലവിൽ അടിച്ച മറ്റേ അലവ് കാണിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. വിശപ്പ് അങ്ങനെ കാണിച്ചു കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവരെന്തോ പറഞ്ഞിട്ട് ഒരു സമാധാനത്തിൽ മുന്നോട്ട് പോവുക. അവർക്ക് ഞാൻ ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളല്ലേ അവരെങ്ങനെയെങ്കിലും ആവട്ടെ. ഇപ്പം ഞാൻ രേണുസുതിക്ക് വേണ്ടി സംസാരിക്കുന്നു, ദൈവത്തോട് സംസാരിക്കുക, ദൈവം അതിനുള്ള മറുപടി കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് വിശപ്പ് ഒന്ന് ഒതുങ്ങിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് എനിക്കിതിൽ നിന്ന് തോന്നുന്നത്. ഇനി വിശപ്പ് കേസ് കൊടുക്കുന്നു എന്ന് പറയുന്നു, വിശപ്പ് അവിടെ പോകുന്നു എന്ന് പറയുന്നു, ഇവിടെ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയേണ്ട കാര്യം എന്താണ്? അഥവാ വിശപ്പ് ഒരു കേസ് കൊടുത്തതെന്ന് തന്നെ ഇരിക്കട്ടെ, അത് മറ്റൊരാളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? വിശപ്പ് ഇങ്ങനെ മീഡിയയിൽ വന്നിരുന്ന് ആർക്ക് എതിരെ കേസ് കൊടുത്താലും അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ, അതായത് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇതൊരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ സംസാരിക്കും പോലെയാണ് വിശപ്പ് വന്നിരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. ആദ്യം മുതലുള്ള കാര്യങ്ങൾ മുതലേ പറയുകയാണ്. ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ വയ്ക്കാൻ കേട്ടോ, അതൊന്ന് കാണണം, നിങ്ങൾ കണ്ടിട്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അവരുടേതായിട്ടുള്ള ഞാൻ നിൽക്കുന്ന സഭ എന്ന് പറയുന്നത് ആംഗ്ലിക്കൻ സഭയാണ്. ആംഗ്ലിക്കൻ സഭയിലെ അച്ഛന്മാർക്കും ബിഷപ്സിനും വിവാഹം കഴിക്കാം, വിവാഹത്തിന് തടസ്സമില്ല. ഇപ്പൊ എനിക്ക് ഇപ്പം വേണമെങ്കിലും ആരെങ്കിലും എന്നെ വിവാഹം ചെയ്യാൻ താല്പര്യപ്പെട്ടു വന്ന് എനിക്ക് സന്തോഷമാണെങ്കിൽ, എനിക്ക് വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിവാഹിതനായെന്ന് ഓർത്തിട്ട് എന്നെ ആരും തടസ്സപ്പെടുത്താനില്ലെന്നുള്ളതാണ് സഭയുടെ നിയമം. വിവാഹം ആർക്കും വേണമെങ്കിൽ കഴിക്കാം. പിന്നെ നല്ലവരായ ക്രിസ്ത്യാനികൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, പൊന്നു ക്രിസ്ത്യാനികളെ, എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അച്ഛന്മാർക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? എനിക്കറിയത്തില്ല, ക്ഷമിക്കണം ഈ ചോദ്യത്തിലൊക്കെ. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, വിശപ്പിൻ്റെ പണ്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വച്ച് സംസാരിക്കാൻ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ
ഈ ഒരു വ്ളോഗറാണ്, അതുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗറാണ്. അവരുടെ സംശയമാണ് ചോദിക്കുന്നത്. വിവാഹം കഴിക്കാൻ കേട്ടോ, എല്ലാ സഭയിലും അല്ല. ഇപ്പോൾ ബിഷപ്പിൻ്റെ ആ ഒരു സഭ അനുസരിച്ച് കല്യാണം കഴിക്കാമെന്ന് എനിക്കറിയാം. പിന്നെ CS വഴി കല്യാണം കഴിക്കാമെന്നറിയാം. അത് ബിഷപ്പ് പറഞ്ഞ സത്യം തന്നെയാണ്. അറിഞ്ഞൂടാ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനതൊന്ന് ക്ലിയർ ആക്കി തന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ബിഷപ്പ് എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ വന്നിരുന്ന് പറയുന്നതെന്ന്. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ കേൾക്കണം കേട്ടോ. കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റിൽ കൂടി നിങ്ങൾ അറിയിച്ചാൽ മാത്രം മതി. ഇങ്ങനെയൊന്നും ബിഷപ്പൊന്നും വന്നതെന്ന് പറയില്ല. എൻ്റെ മോനും ക്യാൻസർ ആണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക്. അപ്പോൾ എൻ്റെ സഭയിൽ ഞങ്ങൾ CSക്കാരാണ്. അപ്പോൾ CS ചർച്ച് ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഞങ്ങളുടെ അച്ഛൻ വന്നിരുന്ന് ഇതുപോലെ പ്രബിന് വേണ്ടിയിട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇതുപോലെ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങളുടെ സഭയിലെ അച്ഛൻ വന്നിരുന്ന് അച്ഛൻ്റെ കുടുംബ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ അറിയിക്കുന്നുണ്ടോ? പബ്ലിക്കിലേക്ക് വിട്ടുകൊടുക്കുന്നുണ്ടോ? ഒന്നുമില്ല. അവരുടേതായിട്ടുള്ള ജീവിതം, കാരണം ദൈവികനായ ഒരു മനുഷ്യനാണ്. ആ ഒരു സ്ഥാനം എന്നും അവർക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ദൈവത്തെ പോലെ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്രയും സ്നേഹത്തോടെ നമ്മളുടെ രഹസ്യങ്ങൾ ചിലപ്പം പറയാം. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ പറഞ്ഞെന്നിരിക്കും. ചിലപ്പോൾ നമ്മളോട് ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞെന്നിരിക്കും. അപ്പോൾ ഇതൊന്നും നമ്മൾ പബ്ലിക്കിൽ ചെന്ന് പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇപ്പോൾ ബിഷപ്പ് മറ്റൊരാളോട് പറഞ്ഞതായാലും പബ്ലിക്കിൽ വന്ന് പറയേണ്ട ആവശ്യമില്ല. പബ്ലിക്കിലേക്ക് ബിഷപ്പ് പറഞ്ഞ കാര്യമായാലും പറയേണ്ടത് ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? ബിഷപ്പ് ഇപ്പോൾ ഒരാളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും രഹസ്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും കൊണ്ടുവന്ന് പബ്ലിക്കിൽ ഇടേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ആരെങ്കിലും ഇതുവരെയ്ക്ക് വിവാഹ അഭ്യർത്ഥന നടത്തിയ ധാരാളം പേരുണ്ട്. ധാരാളം പേര് വിവാഹ അഭ്യർത്ഥനകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല. വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്, വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ പുറകെ വന്നവരുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനതൊരു എന്താണ് ഒരു പഴയകാല ജീവിതത്തെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ എന്തോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബിഷപ്പ് അന്ന് കുറേ കാര്യങ്ങൾ ഇത് കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളെപ്പോലെ തന്നെയാണ് എനിക്കും മനസ്സിലാവുന്ന കാര്യം. അന്ന് ബിഷപ്പ് രേണുസുതിക്കെതിരെ എന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ കുറച്ച് വ്ളോഗേഴ്സിന് കൊടുത്തായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ ബിഷപ്പിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സജീനയും അന്ന് ശ്രീതുവും ഇവർ എല്ലാവരും ഒറ്റ ഇതായിരുന്നു. രേണുവിന് വേണ്ടി ഇവരായിരുന്നു കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നത്. മറ്റാരും ഇതുപോലെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ ഇവർക്കെതിരെയായിരുന്നു അന്ന് പറഞ്ഞ വീഡിയോസ് മൊത്തം. ഇന്ന് ഈ ബിഷപ്പ് നേരെ തിരിഞ്ഞ് രേണുസുതിക്ക് വേണ്ടി സംസാരിക്കാനും രേണുസുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇറങ്ങിയപ്പോൾ പലർക്കും പല വ്ളോഗേഴ്സിനും ഇത് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടാതെ ഇരുന്നിട്ട് അന്ന് സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ എടുത്തു വെച്ച് ഇവർക്കെതിരെ സംസാരിക്കുന്നതെന്ന് ബിഷപ്പ് പറയണം. അന്ന് ഇങ്ങനെയൊന്നും പറയാതിരുന്നിരുന്നുവെങ്കിൽ ഒരു കുഴപ്പമില്ല, ബിഷപ്പിൻ്റെ ജോലി മാത്രം ചെയ്തിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ബിഷപ്പിനത് മനസ്സിലായോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ബിഷപ്പെ നാളെ ഇപ്പോൾ സജീനയ്ക്ക് കൊടുത്ത ഈ വീഡിയോസ് നാളെ വീണ്ടും ബിഷപ്പിനെതിരെ തിരിയാതെ ഇരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് സോഷ്യൽ മീഡിയയാണ്, പബ്ലിക്കാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. നാളെ അവിടവും ഇല്ല ഇവിടവും ഇല്ലാത്ത ഒരവസ്ഥ ബിഷപ്പിനുണ്ടാവാതിരിക്കട്ടെ, ദൈവം ബിഷപ്പിനെ അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു വീഡിയോ കൂടെ നമുക്ക് കണ്ടിട്ട് വന്നാലോ? ഇപ്പം എനിക്ക് വയസ്സ് 50 49 വയസ്സായി. അപ്പോൾ ഇപ്പം ഞാനൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഷണറി ബിഷപ്പായിട്ടാണ് 2013 മുതൽ ഒരു മിഷണറി ബിഷപ്പായി സേവനം ചെയ്യുകയാണ്. അതിനു മുൻപ് ഞാനൊരു മിഷണറി വൈദികനായിരുന്നു. ഇതിനെല്ലാ കാര്യങ്ങളും എൻ്റെ കുടുംബത്തിനും സഭയ്ക്കും എന്നെ സ്നേഹിക്കുന്ന സിസ്റ്റർ പറഞ്ഞ പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ദൈവത്തിൻ്റെ മക്കളുണ്ട്. ഫെലോഷിപ്പായിട്ടുള്ളവരുണ്ട്, സഭാപരമായിട്ടുള്ളവരുണ്ട്, ആത്മീയ കൂട്ടായ്മകളിൽ കൂടെ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അവരൊക്കെ എൻ്റെ പിൻപിലുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുകയും എന്നെ സ്നേഹിക്കുകയും എൻ്റെ വളർച്ചയിൽ എനിക്ക് വേണ്ട എല്ലാ കൈത്താങ്ങൽ തരുന്ന ഒരു വിഭാഗം ദൈവമക്കൾ എന്ന് പറഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന വെൽവിഷേഴ്സ് ഉണ്ട്. അവരെൻ്റെ പിൻപിലുള്ളത് കൊണ്ടാണ് സിസ്റ്റർ പറഞ്ഞ പോലെ പല നെഗറ്റീവ് കേൾക്കുമ്പോൾ അവരതിൻ്റെ അടിയിൽ വന്നിട്ട്
പോസിറ്റീവായ കാര്യങ്ങൾ എഴുതുന്നത്. അപ്പം മുമ്പേ സിസ്റ്റർ പറഞ്ഞ പോലെ മക്കളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീഡിയോയിലൂടെ തന്നെ പറയാണ്, ഈ വീഡിയോയിൽ കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ മക്കൾ, എനിക്ക് ജനിച്ച മക്കൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വരണം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ചുമ്മാ വരരുത്. വരുമ്പോൾ നിങ്ങൾ DNA ടെസ്റ്റുള്ള റിസൾട്ട് അതെല്ലാം ലീഗലായിട്ടുള്ള ഇപ്പൊ ഭാര്യമാരെന്ന് പറഞ്ഞവരുണ്ടെങ്കിൽ ഞാൻ എടുത്തു പറയാം, അവർ വരട്ടെ. എനിക്ക് സന്തോഷം അവർ വരുന്ന. പക്ഷെ വരുമ്പോൾ അവരെന്ത് ചെയ്യണം, എൻ്റെ വിവാഹ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ എല്ലാം ആയിട്ട് എൻ്റെ മുമ്പിൽ വരണം. ഞാൻ ഇതുപോലെ നിങ്ങൾ ചാനലുകളെ വിളിച്ച് കാണിക്കുന്നത് എൻ്റെ ഭാര്യമാരായിട്ടുള്ളവരെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ അവരെ എല്ലാം സ്വീകരിച്ചിരിക്കുന്നു. അവരെന്നോടൊപ്പം ജീവിക്കാൻ വന്നിരിക്കുന്നു. മക്കളും വന്നിട്ടുണ്ട്. അവരെ എന്തോ ഒരു കച്ചപ്പിച്ച അങ്ങോട്ട് ചെയ്യണം, ആ വീഡിയോ ഇങ്ങോട്ട് ചെയ്യണം. കാരണം അന്ന് എനിക്ക് എഗനസ്റ്റ് ആയിട്ട് വീഡിയോ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ വരത്തില്ലേ, ഒരു രണ്ട് സൈഡിൽ യുദ്ധമാണ്. അതായത് പല രാജ്യങ്ങൾ തമ്മിൽ ഇപ്പൊ യുദ്ധം നടക്കുമ്പോൾ ഒരു രാജ്യത്തു നിന്ന് ഒരു വീഡിയോ ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത രാജ്യത്തു നമ്മൾ നീ ഇന്ന വീഡിയോ എടുത്ത് അങ്ങോട്ട് ചെയ്യണം, റിയാക്ട് ചെയ്യണമെന്ന് പറയും. കാരണം റിയാക്ഷൻ ചെയ്തവരല്ലേ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് വന്നത്. ആ ഫ്രണ്ട്ഷിപ്പിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ എടുത്ത് നിങ്ങൾ രഹസ്യമായിട്ട് ബിഷപ്പ് അങ്ങനെ പറഞ്ഞു, ബിഷപ്പ് 50 വയസ്സുള്ള ഒരു ബിഷപ്പാണ് വന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇത്രയും പറയുന്നത്. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട്, ഈ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ഈ ബിഷപ്പിൻ്റെ ഈ ഒരു അലിഗേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഇങ്ങനെ ഒരു സംഭവം കൂടെ പറയുന്നത് കൊണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ബിഷപ്പ് കഴിഞ്ഞ കുറച്ച് 2-3 ദിവസങ്ങൾക്ക് മുന്നേയുള്ള, അതായത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേയുള്ള ഒരു വീഡിയോയിൽ കിച്ചുവിനെ കുറിച്ച് എന്തൊക്കെയാണ് ബിഷപ്പ് പറഞ്ഞതെന്ന് ഓർത്തു നോക്കിയേ ബിഷപ്പേ. എന്നിട്ട് ആ 20-21 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ബിഷപ്പിനെതിരെയോ അല്ലെങ്കിൽ അവന് എതിരെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബ്ലോഗിനോടോ എതിർത്ത് ഒരു വാക്ക് സംസാരിച്ചിട്ട് അവൻ വന്നോ ബിഷപ്പേ? എനിക്ക് ഇത്രയുമാണ് ബിഷപ്പിനോട് ചോദിക്കാനുള്ള. ആ ഒരു 20-21 വയസ്സായ കുട്ടിയുടെ അറിവ് പോലും 10-49-50 വയസ്സായ ബിഷപ്പിനില്ലല്ലോ എന്ന് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. കാരണം ആ കുഞ്ഞിനെ ഈ സോഷ്യൽ മീഡിയയിൽ എടുത്ത് വെച്ച് നാറ്റിക്കുന്നതിന് അപ്പുറം നാറ്റിച്ചു. ആ കുട്ടി ഒരക്ഷരം ആരോടും പരാതിയില്ല, ആരോടും പരിഭവമില്ല. അവൻ്റേതായിട്ടുള്ള ജോലി ചെയ്ത് അവൻ ജീവിക്കുന്നു. എന്നിട്ട് പോലും എന്തൊക്കെ അലിഗേഷനാണ് ആ കുട്ടിക്കെതിരെ പറഞ്ഞത്, ബിഷപ്പടക്കം പറഞ്ഞത്. അവനൊന്നിനും പ്രതികരിക്കാൻ വന്നില്ലല്ലോ. അതേപോലെ ബിഷപ്പും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബിഷപ്പും ഒന്നിനും ഒരു രീതിയിലും പ്രതികരിക്കാൻ പോവാതിരുന്ന ഈ പ്രശ്നം ഇവിടം കൊണ്ട് തീരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കല്യാണത്തിൻ്റെ കാര്യമാണ് ബിഷപ്പ് പറയണമെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കുക, ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ ആരെങ്കിലും അങ്ങനെ ബിഷപ്പിനെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരോട് തന്നെ ബിഷപ്പ് ചോദിക്കുക. അതിങ്ങനെ സോഷ്യൽ മീഡിയയിലിരുന്ന് ബിഷപ്പിനെ തന്നെ നാറ്റിക്കാതിരിക്കുക. പണ്ടുള്ളവർ പറയില്ലേ, സ്വന്തം പല്ല് കുത്തി തന്നെ മണപ്പിക്കൂ എന്ന് പറയില്ലേ, അതുപോലെ ബിഷപ്പ് ചെയ്യാതിരിക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യത്തിൽ പേഴ്സണലായിട്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യം ഇങ്ങനെ പബ്ലിക്കിൽ വന്നിരുന്ന് സംസാരിക്കാതിരിക്കുക ബിഷപ്പ്. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവീകനാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരാളാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്കെന്താണോ പറയണമെന്ന് തോന്നിയത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിഷപ്പിന് അത് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ അത് വിടുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് പറയാൻ. പുതിയതായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു സബും തന്ന് ലൈക്കും അടിക്കുക, വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുക, വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.